ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കിസ് എന്ന മൂവിയാണ്. രണ്ടുപേർ തമ്മിൽ ലിപ് ലോക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു നായകൻ. പ്രണയത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത അവൻ ഇങ്ങനെ പ്രണയിക്കുന്നവരുടെ ഭാവി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു പഴയ കഥയാണ് പറയുന്നത്. പ്രണയം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിന് ഈ പ്രണയം എന്ന് പറയുന്നത് ഇഷ്ടമേ ആയിരുന്നില്ല. തന്റെ സൈനികർ പ്രണയത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ പ്രണയിനിയുടെ പുറകെയും ഭാര്യയുടെ പുറകെയും പിന്നീട് കുടുംബജീവിതത്തിന്റെ പിറകെയൊക്കെ പോകുന്ന കാരണം രാജ്യസുരക്ഷയിൽ വീഴ്ച വരുത്തുമെന്ന് പേടിച്ചിട്ട് അയാളാകട്ടെ തന്റെ ദേശത്തെ യുവാക്കളോട് പറയുന്നുണ്ട് 40 വയസ്സ് വരെ അവർ പ്രണയിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ ആരെങ്കിലും പ്രണയിക്കുന്നത് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ കൊന്നു കളയുന്നതായിരുന്നു ഈ രാജാവിന്റെ ഒരു രീതി. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ ഒരു സൈനികനായ സേന്തൻ എന്ന് പറയുന്ന ആള് അല്ലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു. രാജാവ് അറിയാതെ അവരവരുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോയി. പലപ്പോഴും യുദ്ധത്തിന് പോകുമ്പോൾ വേഷം മാറി അല്ലി അവനെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. ഒളിച്ചും പാത്തും അവരുടെ പ്രണയം അവരങ്ങനെ കൊണ്ടുപോവുകയാണ്. തന്റെ പ്രണയനെ കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ സേന്തൻ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ രാജാവിന്റെ കൂടെയുള്ള ഒരാളാകട്ടെ സേന്തൻ എഴുതുന്ന ഈ ഡയറി കാണുകയും അതിനെപ്പറ്റി രാജാവിനോട് പറയുകയും ചെയ്യുന്നു. തന്റെ ആജ്ഞ ധിക്കരിച്ച ആ സൈനികനോട് രാജാവിന് അത്യധികം ദേഷ്യം തോന്നി. അവൻ സ്നേഹിച്ച അല്ലി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അയാൾ കണ്ടെത്തി അഗ്നിക്ക് ഇരയാക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ സേന്തനും ആ അഗ്നിയിലേക്ക് എടുത്തു ചാടി. അവരുടെ കൂടെ രാജാവ് അവൻ എഴുതിയ ആ ഒരു ഡയറി കൂടി തീയിലേക്ക് ഇട്ടെങ്കിലും ആ ഡയറി മാത്രം കത്തിയെരിഞ്ഞില്ല. ആ അഗ്നിയിൽ കിടന്ന് തന്റെ ജീവൻ വെടിയുന്ന സമയത്ത് രാജാവിനെ സേന്തൻ ശപിക്കുന്നു. നിങ്ങളും എന്തെങ്കിലും പ്രണയത്തിലകപ്പെടുമെന്നും എന്നാൽ പക്ഷേ ആ പ്രണയത്തെ നിങ്ങൾക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല എന്നും അതിന് എത്ര ജന്മം എടുത്താലും ശരി നിങ്ങൾ പ്രണയിക്കുന്നവരെ എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ പണ്ടുകാലത്ത് ആ കഥ അവസാനിപ്പിച്ച് നമ്മളെ പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ആ രാജാവിന്റെ അതേ ഫേസ് കട്ടുള്ള നമ്മുടെ നായകൻ, അവന്റെ പേര് നെൽസൺ എന്നാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു അവന്റെ അച്ഛനായ മാർക്കസും അമ്മയായ ഡെയ്സിയും. അവന്റെ അനിയൻ കൂടിയുണ്ട്, അവന്റെ പേര് ജെയ്സൺ എന്നാണ്. നെൽസൺ ഒരു മ്യൂസിക് ബാൻഡ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അവന് വിവാഹപ്രായമായ സ്ഥിതിക്ക് അവൻ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ അവന് സ്കൂളിലും കോളേജിലും ഒന്നും തന്നെ പ്രണയം ഉണ്ടായിരുന്നില്ല. പ്രണയിക്കുന്നവരോട് തന്നെ അവനൊരു പുച്ഛമായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ അവനൊരു പെൺകുട്ടിയെ പോലും പ്രണയിച്ചിട്ടുമില്ല. അവന്റെ അച്ഛൻ അമ്മയെ കിട്ടിയ പോലെയും അമ്മയ്ക്ക് അച്ഛനെ കിട്ടിയ പോലെ എന്നെങ്കിലും എനിക്ക് ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവളോട് പ്രണയം തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ താൻ വിവാഹത്തെ പറ്റി ആലോചിക്കാമെന്നാണ് അവൻ പറയുന്നത്. ഇന്നേ വരെ അവൻ ആരോടും അത് തോന്നിയിട്ടില്ല. അവന്റെ അച്ഛൻ മാർക്കസ് ഒരു ഡോക്ടറായിരുന്നു. ഒരു ദിവസം അവ അച്ഛന്റെ ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവന്റെ അച്ഛൻ ഒരു സ്ത്രീയെ കിസ് ചെയ്യുന്നതാണ്. അതോടെ തന്റെ അച്ഛൻ തന്റെ അമ്മയെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കി അവൻ അമ്മയോട് കാര്യം പറയുകയും അവസാനം ഇവർ രണ്ടുപേരും ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇവരുടെ ഡിവോഴ്സിന് മുൻകൈ എടുത്തുന്നത് നെൽസൺ തന്നെയായിരുന്നു. നെൽസണും ജെയ്സണും പിന്നീട് ഡെയ്സിയുടെ കൂടെയായിരുന്നു താമസം. ഇവർക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തിരമാലകൾക്കൊപ്പം കടലിൽ നിന്നും ഒരു ബുക്ക് കരയിലേക്ക് വന്നടിയുന്നു. ഒരു ഭിക്ഷക്കാരൻ അതെടുക്കുകയും ചെയ്യുന്നു. നമ്മുടെ നെൽസൺ ഇപ്പോഴും പ്രണയത്തിൽ നിന്നും താല്പര്യമില്ലാതെ നടക്കുകയാണ്. അവനെ ഒരു പെൺകുട്ടി വന്ന് പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി അവൻ റിജക്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയായ സാറയാണ്. അവൾക്കൊരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഒരുപാട് പേരെ അവൾ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു ദിവസം പാർക്കിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ പാർക്കിൽ തന്നെ നെൽസൺ തന്റെ കൂട്ടുകാരൻ സാമിനോടൊപ്പം എത്തുന്നു. ആ കടലിൽ നിന്ന് കിട്ടിയ ബുക്കുമായിട്ട് ആ ഭിക്ഷക്കാരനും അവിടെ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി വന്ന് ഭിക്ഷക്കാരനെ അവിടെ നിന്ന് ഓടിച്ചുവിടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് താഴെ വീണ് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന സാറയുടെ കയ്യിൽ ആ ബുക്ക് കിട്ടി. അതിന്റെ മുകളിൽ നെൽസൺ എന്നായിരുന്നു എഴുതിയിരുന്നത്. ആ സമയത്ത് നമ്മുടെ സാമാകട്ടെ നെൽസണിനെ പേരെടുത്ത് വിളിച്ച് ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ സാറ വിചാരിക്കുന്നുണ്ട് ഇതേ നെൽസണിന്റെ കയ്യിൽ നിന്ന് വീണുപോയ ബുക്കായിരിക്കും ഇതെന്ന്. അവൾ നിന്റെ ഡയറി ഇതാന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ അത് കൊണ്ടു കൊടുക്കുന്നു. ഇങ്ങനൊരു പെൺകുട്ടി തന്റെ കയ്യിൽ ഇതുപോലൊരു ബുക്ക് കൊണ്ടുവന്നപ്പോ അവനാകട്ടെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് തന്റെ ബുക്കെല്ലാം നമ്മൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നല്ലപോലെ മഴ പെയ്യാൻ ആരംഭിച്ചു. അവൾ എങ്ങോട്ടോ ഓടിപ്പോയി. വേറെ വഴിയില്ലാതെ അവൻ ആ ബുക്കും കയ്യിലെടുത്ത് വീട്ടിലേക്ക് വരുന്നു. ലിഫ്റ്റിലേക്ക് കയറാൻ നേരത്താണ് അവൻ കാണുന്നത് അവന്റെ അനുജനാകട്ടെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവർ തമ്മിൽ ലിപ് ലോക്ക് ചെയ്യുന്നത് അവൻ കണ്ട ഉടനെ നെൽസന്റെ മൈൻഡിലൂടെ കുറെ വിഷ്വൽസ് കടന്നു പോകുന്നു. അതായത് അവന്റെ അനിയന്റെയും ഗേൾഫ്രണ്ടിന്റെ ലൈഫിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവൻ കണ്ടത്. എവിടോ വെച്ചിട്ട് അവന്റെ ഗേൾഫ്രണ്ടിന്റെ എക്സ് വന്നിട്ട് ഇവരെ അടിക്കുന്നതും അവന്റെ അനിയനെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുന്നതുമായിരുന്നു അവൻ കണ്ടത്. ഇതെല്ലാം വെറുതെ തോന്നിയതായിരിക്കുമെന്ന് നെൽസൺ വിചാരിക്കുന്നു. അവൻ ആ ബുക്ക് തന്റെ റൂമിന്റെ സൈഡിലേക്ക് കളഞ്ഞിട്ട് തന്റെ ജോലികളിലേക്ക് കടന്നു. പിറ്റേന്ന് അവൻ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോഴാണ് ഡെയ്സി പറഞ്ഞിട്ട് അവൻ അറിയുന്നത് ജെയ്സൺ ഒരു ഫുഡ് ഫെസ്റ്റിവലില് അവന്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് പോയിരിക്കുകയാണെന്ന്. അതോടെ നെൽസന്റെ മനസ്സിൽ തലേന്ന് അവൻ കണ്ട കാര്യങ്ങൾ കടന്നു പോകുന്നു. അതുപോലൊരു സ്ഥലത്ത് വെച്ചായിരുന്നു അവന്റെ അനിയൻ ആക്രമിക്കപ്പെടുന്നത് അവൻ കണ്ടത്. നെൽസൺ അവിടേക്ക് ഓടിയെത്തുമ്പോൾ അവൻ കണ്ട കാഴ്ചകളെല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് അവന് മനസ്സിലായി. കാരണം അതുപോലെ തന്നെ ജെയ്സന്റെ ഗേൾഫ്രണ്ടിന്റെ എക്സ് ലവർ ആകട്ടെ ജെയ്സനെ കുത്താൻ വേണ്ടി കത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് നെൽസൺ പോയി അവരെ രക്ഷിക്കുന്നു. ഒരാളെ കിസ്സടിക്കുന്ന കണ്ട ശേഷം അയാളുടെ ഭാവി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം തന്നെ നെൽസൺ സാമിനോട് പറയുന്നു. എന്നാൽ സാമിന് അതൊന്നും കേട്ടിട്ട് വിശ്വാസം തോന്നിയില്ല. ഇവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമാകട്ടെ നെൽസനെയും കൂട്ടി ബീച്ചിലേക്ക് പോകുന്നു. അവിടെ രണ്ടുപേർ കിസ് ചെയ്യുന്നത് ഇവന് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ ഭാവി എന്താണെന്ന് പറയാൻ പറയുന്നു. അവർ കിസ് ചെയ്യുന്നത് നെൽസൺ കണ്ടതും അവന്റെ മനസ്സിലൂടെ കുറെ വിഷ്വൽസ് കടന്നു പോകുന്നു. ആ പെൺകുട്ടിയെ ആ പയ്യൻ പ്രപ്പോസ് ചെയ്തത് ഒരു സിനിമയുടെ ഇന്റർവെൽ ടൈമിലായിരുന്നു. അതുപോലെ ഈ പെൺകുട്ടിയെ പെണ്ണു ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് ബ്രേക്കപ്പ് ആകാമെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവനെ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ച
കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും. സാമിനോട് അവൻ ഇതെല്ലാം പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരോട് തന്നെ നമുക്ക് വേറെ രീതിയിൽ ഇത് പോയി ചോദിക്കാമെന്ന് കരുതിയിട്ട് ഒരു TV ഷോയിൽ നിന്ന് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് അവരോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം പരസ്പരം പറഞ്ഞതെന്ന്. ആ പയ്യൻ പറയുന്നുണ്ട്, ഒരു സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തതാണെന്ന്. അത് കേട്ടതും സാം ആകെ ഞെട്ടിത്തരിച്ചു. കാരണം നെൽസൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ആ പെൺകുട്ടിയുടെയും പയ്യന്റെയും ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്നത് അവരുടെ ബ്രേക്കപ്പ് ആണ്. ആ പെണ്ണവനെ തേക്കുമെന്ന് നിനക്ക് പറഞ്ഞൂടെ എന്ന് സാം ആകട്ടെ നെൽസണോട് ചോദിക്കുമ്പോൾ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് നെൽസൺ പറയുന്നത്. ലവേഴ്സിന്റെ ലൈഫിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇവന് മുൻകൂട്ടി കാണാൻ പറ്റും. പക്ഷെ അതൊന്നും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ഒരിക്കലും മുൻകൈ എടുത്തില്ല. അതിന് പകരമായിട്ട് പ്രണയിക്കുന്ന പലരെയും അവനവരുടെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഒരു ദിവസം ഒരു ലവേഴ്സ് കിസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവന്റെ മനസ്സിലൂടെ പോകുന്ന വിഷ്വൽസ് അവർ രണ്ടുപേരും ഒളിച്ചോടാൻ വേണ്ടി ഓടുന്നതും കുറെ ആൾക്കാർ ഇവരുടെ പിറകെ ഓടുന്നതുമാണ്. അവരാകട്ടെ ഒരു ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ ലവേഴ്സ് ഇന്ന് രാത്രി ഒന്നിക്കണ്ടെന്ന് കരുതിയിട്ട് നെൽസൺ ആകട്ടെ താൻ വിഷ്വൽസിൽ കണ്ട സ്ഥലത്തേക്ക് പോവുകയും അവിടെ അവർ ഒളിച്ചോടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ആ ബൈക്കാകട്ടെ ചവിട്ടി താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ പ്രണയം ഇവൻ കാരണം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവന്റെ മനസ്സിൽ ഈ പ്രണയിക്കുന്ന ആൾക്കാരുടെ ശാപവാക്കുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പലരുടെയും കരച്ചിലുകൾ കേൾക്കാം. അതോടെ അവൻ ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. അവൻ സാമിനോട് ഇതിനെപ്പറ്റി പറയുന്നു. സാമിന്റെ അച്ഛൻ ഒരു സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അയാളോട് പോയി ഇതിനെപ്പറ്റി എല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. നെൽസൺ ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അയാൾക്കും ആദ്യമൊന്നും വിശ്വാസം തോന്നിയില്ല. ഇതെല്ലാം എവിടെ നിന്നാ സ്റ്റാർട്ട് ആയതെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കാമെന്നാണ് അയാൾ പറയുന്നത്. പിന്നീട് അവൻ ആലോചിക്കാൻ തുടങ്ങി എപ്പോ മുതലാണ് തനിക്ക് പ്രശ്നം തുടങ്ങിയതെന്ന്. അങ്ങനെ അവന് മനസ്സിലാകുന്നുണ്ട് ആ ബുക്ക് തന്റെ കയ്യിൽ കിട്ടിയ ശേഷമാണ് ഇങ്ങനൊരു പ്രശ്നം തുടങ്ങിയതെന്ന്. അതവൻ ദൂരേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ പലതവണ അവനത് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും പല രീതിയിലും അത് അവന്റെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടേയിരുന്നു. അവൻ ദൂരേക്ക് എറിഞ്ഞ സാധനം അവന്റെ പേരതിലുള്ളത് കാരണം സെക്യൂരിറ്റി എടുത്ത് തിരിച്ചു കൊണ്ടു കൊടുത്തു. പലപ്പോഴും വഴിയിൽ കൊണ്ട് കളയുമ്പോ ആരെങ്കിലും അത് അവന്റെ കയ്യിലെടുത്ത് തിരിച്ചു കൊണ്ടു കൊടുക്കുമായിരുന്നു. എത്രയൊക്കെ ഉപേക്ഷിക്കാൻ നോക്കിയിട്ടും അത് അവന്റെ അടുത്തേക്ക് തന്നെ വന്നു. ഒടുവിൽ സാമിന്റെ കൂടെ അവനത് കടലിലേക്ക് തന്നെ തിരിച്ചറിയാൻ കൊണ്ടുപോയി. കടലിലേക്ക് എറിഞ്ഞിട്ട് തിരിഞ്ഞു നടന്നു പോയപ്പോ ആ ബുക്ക് വീണ്ടും തിരിച്ച് അവന്റെ ദേഹത്തേക്ക് തന്നെ വന്നു വീഴുന്നു. അവൻ ആ സൈക്കാട്രിസ്റ്റിനോട് വന്ന് പറയുന്നുണ്ട്, ഈ ബുക്കാണ് പ്രശ്നം, എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ. അതാകട്ടെ തുറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുതരം ലോക്ക് അതിനകത്തുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഏതോ ഒരു ഡയറിയാണിതെന്ന് അവന് മനസ്സിലായി. ആ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട്, നിന്റെ പ്രശ്നം തീരാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് നമുക്ക് കത്തിച്ച് കളയാമെന്ന്. എന്നാൽ അവർ കത്തിക്കാൻ നോക്കിയിട്ടും അത് കത്തുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവരൊരു സാമിയുടെ അടുത്ത് ഈ ഒരു ഡയറി ആയിട്ട് ചെല്ലുന്നു. അയാൾ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് ആരാണോ തന്നത് അവരെ കണ്ടുപിടിച്ച് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കാൻ. അങ്ങനെ അവൻ ചിന്തിക്കുമ്പോൾ അവനത് കിട്ടിയത് സാറ എന്ന് പറയുന്ന ആ പെൺകുട്ടിയിൽ നിന്നാണ്. പക്ഷെ അവന് സാറയുടെ പേരോ അവൾ എവിടെ നിന്നാ വന്നോന്നോ ഒന്നും തന്നെ അറിയില്ല. അത് കാരണം അവളെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്റർ അവന്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവൻ കാണുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് പോകുന്നു. അവളുമായിട്ട് ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവളുടെ ഡാൻസ് ഗ്രൂപ്പിൽ ചേരണം. അതിനു വേണ്ടിയിട്ട് അവൾ ഡാൻസ് പഠിക്കാൻ വന്ന പോലെയാണ് അവൻ ചെല്ലുന്നത്. അങ്ങനെ അവളുടെ കൂടെ സാൽസ ഡാൻസ് ഒക്കെ അവൻ ചെയ്യുന്നുണ്ട്. പതിയെ പതിയെ അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവൻ ഉണ്ടാക്കിയെടുക്കുന്നു. സാറയ്ക്കാകട്ടെ അവനോട് ചെറിയ രീതിയിൽ പ്രണയമൊക്കെ തോന്നാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെൽസന്റെ മനസ്സിലും അവളോടൊരു അട്രാക്ഷൻ ഒക്കെ തോന്നി തുടങ്ങി. എന്നാൽ ആ സൈക്കാട്രിസ്റ്റ് അവനോട് പറയുന്നുണ്ട്, അവളുടെ കൂടെ കറങ്ങി നടക്കാനല്ല നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അവളുടെ അടുത്ത് ആ ബുക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണെന്ന്. അവൻ ഇതുവരെയും അതിനെപ്പറ്റിയൊന്നും അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ അവനോട് പറയുന്നുണ്ട്, ഒരു സാൽസ കോമ്പറ്റീഷൻ വരുന്നുണ്ട്, അതിൽ നമ്മൾ രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ടെന്ന്. താൻ അതിനുവേണ്ടി ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് അവൻ പറയുമ്പോൾ അതൊന്നും സാരമില്ല, അതൊരു ചെറിയ കോമ്പറ്റീഷൻ ആണെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതും ഡാൻസിന്റെ ഇടയ്ക്ക് അറിയാതെ അവളുടെ കൈ അവൻ പിടിച്ച് തിരിക്കുന്നു. അവളുടെ കൈക്ക് ചെറിയ രീതിയിൽ ഫ്രാക്ചർ വരികയും ചെയ്യുന്നുണ്ട്. ഒരാഴ്ചത്തേക്ക് ഡാൻസ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പതിയെ പതിയെ ഇവർ തമ്മിൽ കൂടുതലെടുത്തു. ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോൾ അവനാകട്ടെ അവളോട് ചോദിക്കുമായിരുന്നു, നമ്മൾ ആദ്യമായിട്ട് കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. എന്റെ ഡാൻസ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് നിന്നെ കണ്ടതെന്ന് അവൾ പറയുന്നു. അന്ന് പാർക്കിൽ വെച്ചിട്ട് അവൾ ആ ബുക്ക് എടുത്തു കൊടുത്ത കാര്യമൊന്നും തന്നെ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം അവളുടെ വീട്ടിൽ പോയ സമയത്ത് അതുപോലെ പല ബുക്കുകളും അവിടെ ഉണ്ടോ എന്ന് അവൻ സെർച്ച് ചെയ്യുന്നു. അങ്ങനെയൊന്നും തന്നെ അവൻ എവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ ഒടുവില് ഇൻഡയറക്റ്റ് ആയിട്ട് അവളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ അവൻ തീരുമാനിക്കുന്നു. നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം കറക്റ്റ് ആയിട്ട് എന്നോട് പറയണമെന്ന് അവൻ പറയുന്നു. തന്റെ മനസ്സിലെ ഇഷ്ടം അവൻ തന്നോട് തുറന്നു പറയാൻ പോവുകയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. പക്ഷെ അവൻ ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു, പ്രണയിക്കുന്നവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി നിനക്ക് മുൻകൂട്ടി അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ എന്തെങ്കിലും തനിക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി അവരെ ഒന്നിപ്പിക്കുകയും ചെയ്യുമെന്ന് അവൾ പറയുന്നു. അവൻ ഇതാണ് ചോദിക്കാൻ വന്നതെന്ന് ആലോചിച്ചിട്ട് തന്നെ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. തന്നോട് പ്രണയം പറയുമെന്ന് കരുതിയപ്പോ ഇങ്ങനെ ഓരോ മണ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിനിടയ്ക്ക് അവിടെ രണ്ടുപേര് കിസ് ചെയ്യുന്നത് അവൾ കണ്ടിട്ട് അവനെ വിളിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ ഒരു കാരണവശാലും താൻ അങ്ങോട്ട് നോക്കില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇനി ആ ആൾക്കാരുടെ ഭാവി കൂടി തനിക്ക് കാണണ്ടെന്നാണ് അവൻ ചിന്തിച്ചത്. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന വഴിക്ക് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിൽ ഇവരെല്ലാവരും കയറി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവളാകട്ടെ ഇവനോട് ചോദിക്കുന്നുണ്ട്, നേരത്തെ ആൾക്കാർ കിസ് ചെയ്യുന്ന കാണിച്ചു തന്നപ്പോ നീ എന്താ അങ്ങോട്ട് നോക്കാതിരുന്നത്, നീ ആരെയും കിസ് ചെയ്തിട്ടില്ലേ എന്ന്. തന്റെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും താൻ ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല എന്നും അവൻ പറയുന്നു. അവളും പറയുന്നുണ്ട് അവളുടെ ലൈഫിലും അവൾ ആരെയും കിസ് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ താൻ ആരെയും
ആരെങ്കിലും കിസ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം ഞാൻ നിന്നോട് തന്നെ ആദ്യം പറയുമെന്നും അവള് പറയുന്നു. പരസ്പരം പ്രണയം തുറന്നു പറയാതെ അവർ കൂടുതൽ അടുക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് നെൽസന്റെ അച്ഛനാകട്ടെ അവന്റെ അമ്മയും അവനെയൊക്കെ കാണാൻ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരാരും അയാളെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അയാളെ അകത്തേക്ക് കടത്തിവിടരുതെന്ന് സെക്യൂരിറ്റിയോട് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നെൽസൺ സാറയുടെ കൂടെ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. 16 വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു അവളുടെ ഫ്രണ്ട്സ് വിവാഹം കഴിക്കുന്നത്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ലവ് സ്റ്റോറി അവരുടേതാണെന്ന് സാറ പറയുന്നു. വിവാഹശേഷം അവർ തമ്മിൽ കിസ് ചെയ്യുന്നത് നെൽസൺ കാണുന്നുണ്ട്. ആ സമയം അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ട് അവന്റെ കണ്ണു നിറഞ്ഞു. കാരണം കുറച്ചു കഴിഞ്ഞ് ഈ 16 വർഷം പ്രണയിച്ച ശേഷം വിവാഹം കഴിച്ച കപ്പിൾസിന് ഒരു കുഞ്ഞ് ജനിക്കും. അതിനൊക്കെ ശേഷം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ പരസ്പരം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യും. അവരുടെ ഭാവി ഇങ്ങനെയാണെന്നറിഞ്ഞ് അവൻ ആകെ സങ്കടത്തിലായി. അവൻ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇതിനെപ്പറ്റിയൊക്കെ അവൻ സാമിനോട് പറയുന്നു. അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അവരോട് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താലോ എന്ന് സാം ചോദിക്കുമ്പോൾ നെൽസൺ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന്. ഞാൻ അങ്ങനെ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പോകില്ല എന്നും. ഇനിയെങ്കിലും സാറയോട് ആ ഒരു ഡയറിയെ പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് അവൻ ആ ഡയറിയുമായിട്ട് സാറയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവളാകട്ടെ അത് നോക്കുക പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിന്ന് റിഹേഴ്സൽ മറ്റൊരിടത്ത് വെച്ചാണെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി ഒരു കടൽത്തീരത്തേക്ക് പോകുന്നു. എന്തായാലും നമ്മൾ പെർഫോം ചെയ്യേണ്ടത് 500 പേരടങ്ങുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്ത് പഠിക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നിടത്തേക്ക് അവർ റിഹേഴ്സലിന് പോവുകയാണ്. ആ റിഹേഴ്സലിന്റെ ഇടയ്ക്ക് അവൾ കുറച്ചുകൂടി അവനുമായിട്ട് ക്ലോസ് ആകുന്നു. സാൽസ ഡാൻസിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. തന്നെ അവൾ കിസ് ചെയ്ത മൊമെന്റിൽ അവന്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ മനസ്സിലാക്കി. ആ ഡയറിയുടെ ലോക്ക് തുറക്കുന്നതായിട്ടും ഒരു കുട്ടിയുടെ കയ്യിലെ ബലൂൺ പൊട്ടുന്നതായിട്ടും അവന്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നതും ഇവർ സാധാരണ പോകുന്ന പള്ളിയുടെ മണിയടിക്കുന്നതും സാറയെ അവന് നഷ്ടപ്പെട്ട ശേഷം അവളുടെ കല്ലറയിലിരുന്ന് അവൻ കരയുന്നതുമെല്ലാമാണ് അവൻ കാണുന്നത്. അതുകണ്ട് അവൻ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. തന്നെ കിസ് ചെയ്ത സാറയെ പെട്ടെന്ന് ദൂരേക്ക് തള്ളിയിട്ടിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. സാറയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ അവൾ നാണം കെട്ട് അവിടെ വീണ് കിടക്കുകയാണ്. ആ ഡയറിയുടെ ലോക്ക് തുറന്ന കാര്യം അവൻ ഓർമ്മയിൽ വന്ന കാരണം അവൻ ഓടിപ്പോയി ആ ഡയറി എടുത്തു നോക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നതൊന്നും തന്നെ അവന് വായിക്കാൻ പറ്റുന്നില്ല. ആ സൈക്കാട്രിസ്റ്റിനെയും സാമനെയും കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ വായിക്കാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് അയാളോട് തന്നെ ചോദിക്കാമെന്നാണ് സൈക്കാട്രിസ്റ്റ് പറയുന്നത്. അതിന് തഞ്ചാവൂരുള്ള സാമനാഥൻ എന്ന് പറയുന്ന ഒരാളെ തേടി ഇവർ പോകുന്നു. അയാളെ ഈ ബുക്ക് കാണിച്ചു കഴിയുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചിട്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു ബുക്കാണിതെന്നും ഇതിനെപ്പറ്റി തനിക്ക് അറിയാമെന്നും സ്വാമിനാഥൻ പറയുന്നു. ആ രാജാവിന്റെ കഥയെല്ലാം തന്നെ സ്വാമിനാഥൻ നെൽസനോടും കൂട്ടരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാജാവ് കാമുകനെയും കാമുകയും കൊന്നതുവരെ മാത്രമേ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സംഭവത്തിന് ശേഷം രാജാവിന് ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം രാജാവ് ഒരു പെൺകുട്ടിയെ കാണുകയും അവളുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്നു. തന്റെ പ്രണയം ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു തീർന്ന നിമിഷം തന്നെ അവൾ കൊഴിഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാജാവിന് തനിക്ക് കിട്ടിയ ശാപത്തെ പറ്റി ഓർമ്മ വന്നത്. താൻ പ്രണയിക്കുന്നവരെല്ലാം തന്നെ തനിക്ക് നഷ്ടപ്പെടുമെന്നും താൻ ഇതിൽ ഒരുപാട് ദുഃഖിതനാകുമെന്നും താൻ കൊന്ന ആ കാമുകൻ അയാളെ ശപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതോടെ രാജാവ് താൻ ചെയ്തതെല്ലാം ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരമായിട്ട് അയാൾ ആ കാമുകൻ എഴുതിയ പുസ്തകവുമായിട്ട് ആ നാടെല്ലാം വിട്ട് കടലിലേക്ക് ഇറങ്ങിപ്പോയി. ആ രാജാവിന്റെ പുനർജന്മമായിരിക്കും നെൽസൺ എന്ന് സ്വാമിനാഥൻ പറയുന്നു. കാരണം ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം തന്നെ പ്രണയിക്കുന്ന ആളെ നഷ്ടപ്പെടുമെന്ന് ആ കാമുകൻ ശപിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് നെൽസനെ സാറ ചുംബിച്ച സമയത്ത് അവളുടെ മരണവും നെൽസൺ മനസ്സിൽ കണ്ടത്. അത് മനസ്സിലാക്കിയതോടുകൂടി സാറയെ തനിക്ക് ഇഷ്ടമായിരുന്നിട്ട് കൂടിയും നെൽസൺ സാറയിൽ നിന്നും അകലാൻ തുടങ്ങി. അവൾ വിളിക്കുമ്പോഴൊന്നും തന്നെ അവൻ ഫോൺ എടുക്കുന്നില്ല. അവളുടെ അച്ഛനും നെൽസണിനെ ഇഷ്ടമായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പിൽ അയാൾക്കൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ നെൽസൺ അവളെ അവോയ്ഡ് ചെയ്യുന്നത് അയാളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാരണം സാറ നേരിട്ട് നെൽസണോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ ചെല്ലുന്നു. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിന്റെ കണ്ണിൽ ഞാൻ പ്രണയം കണ്ടിട്ടുണ്ട്. അതെന്റെ ഫസ്റ്റ് കിസ്സായിരുന്നു. ആ ഒരു മൊമെന്റില് എനിക്ക് നിന്നെ കിസ് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ നീ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ എന്റെ കണ്ണിൽ കണ്ടു എന്ന് പറയുന്നത് പ്രണയമൊന്നും അല്ലാന്ന്. എനിക്ക് നിന്നോട് പ്രണയം ഒന്നും തന്നെയില്ല. നീ ആവശ്യമില്ലാത്ത ഒന്നും തന്നെ വിചാരിക്കണ്ട. ആ കിസ് ആ ഒരു മൊമെന്റിൽ സംഭവിച്ച കാര്യം മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ തന്നെ ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്നത് അവൾക്ക് സഹിക്കാനേ കഴിഞ്ഞില്ല. എനിക്ക് ഇനിയും നിന്റെ ഇൻസൾട്ട് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. ഇനി താൻ ഒരിക്കലും പിറകെ വരില്ലാന്ന് കൂടി അവൾ പറയുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം നെൽസൺ ആകെ ഒരു ഡിപ്രഷനിലായിരുന്നു. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ താൻ അവളെ പ്രണയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് പറ്റുമെന്നുള്ള പേടിയായിരുന്നു അവന്. അങ്ങനെയിരിക്കും ഒരു ദിവസം ഇവൻ ബീച്ചിലിരിക്കുന്ന സമയത്ത് 2 പേര് തമ്മിൽ കിസ് ചെയ്യുന്ന കാണുന്നു. അതോടെ അവരുടെ ലൈഫിൽ സംഭവിച്ച ചില കാര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നു. ആ പയ്യന്റെ കാമുകിക്ക് ആ പയ്യന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. അവന്റെ ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടി ഈ പയ്യന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ പെൺകുട്ടി കാണുകയും അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ ബ്രേക്കപ്പ് ആവുന്നതും ഒക്കെയാണ് ഇവൻ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു മൊമെന്റിൽ നെൽസണ് തോന്നുന്നുണ്ട് അവർക്കിടയിൽ ആ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സമ്മതിക്കരുതെന്ന്. അത് കാരണം ആ പയ്യന്റെ ഫോൺ ആ പെൺകുട്ടി നോക്കുന്നതിന് മുൻപ് തന്നെ അവൻ ആ ഫോണും തട്ടിപ്പറിച്ചോടുന്നു. കുറെ കഴിയുമ്പോൾ ഈ പയ്യനും ആ പെൺകുട്ടിയും കൂടെ പിറകെ ഓടി ഇവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നുണ്ട്. ഇതൊരു പ്രാങ്കൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പ്രശ്നം തീർക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ പയ്യനും മനസ്സിലാകുന്നുണ്ട് ആ ഒരു മൊമെന്റിൽ അവൻ ആ ഫോൺ
തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിയില്ലായിരുന്നെങ്കിൽ തന്റെ ഫ്രണ്ടിന്റെ മെസ്സേജ് കണ്ടിട്ട് തന്റെ കാമുകി തെറ്റിദ്ധരിക്കുകയും തങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നുവെന്ന്. അത് കാരണം ആ പയ്യൻ നെൽസണിനോട് താങ്ക്സ് പറയുന്നു. ആ ടൈമിലാണ് സ്വാമിനാഥൻ നെൽസനെ വിളിച്ചു പറയുന്നത്, ആ ബുക്ക് നന്നായിട്ട് വായിച്ചതിൽ നിന്നും എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി എന്ന്. നിന്റെ ശാപം മാറണമെങ്കിൽ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ പരിഹാരം ചെയ്യണം. പ്രണയിക്കുന്നവരെ നീ വർഷങ്ങൾക്ക് മുമ്പ് അകറ്റിയതല്ലേ, എന്നാൽ ഇനി നീ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരെ എല്ലാം തന്നെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ശാപം പതിയെ പതിയെ ഇല്ലാതെയാകും. ഒടുവിൽ നെൽസൺ അത് തന്നെ തീരുമാനിക്കുന്നു. ഒരു ദിവസം അവൻ തന്റെ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് വീട് മാറി ഫ്ലാറ്റ് മാറി ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റില് കോളിംഗ് ബെൽ അടിക്കുന്നു. അവിടെ വാതിൽ തുറന്നത് അവന്റെ അച്ഛൻ മാർക്കസ് ആയിരുന്നു. അയാളാകട്ടെ അവന്റെ അമ്മയുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം അന്ന് അയാൾ ആ ക്ലിനിക്കിൽ വെച്ച് കിസ് ചെയ്ത ആ സ്ത്രീയുടെ കൂടെ താമസിക്കുന്നതാണ് അവൻ കാണുന്നത്. ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും തിരിച്ചുപോയി. അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ അവൻ പെട്രോൾ അടിക്കാൻ കയറിയ സമയത്ത് അവിടെ ഓട്ടോയിൽ വന്ന ഒരു കുട്ടിയുടെ കയ്യിലിരുന്ന ബലൂൺ പൊട്ടുന്നത് അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് സാറ തന്നെ ചുംബിച്ച സമയത്ത് വന്ന വിഷ്വൽസ് കടന്നു വരുന്നു. ആദ്യം ആ ഒരു ഡയറി തുറക്കുന്നതായിരുന്നു അവൻ കണ്ടത്. രണ്ടാമത് കണ്ടത് ഈ കുട്ടിയുടെ കയ്യിലിരുന്ന ബലൂൺ പൊട്ടുന്നതും. അവൻ പെട്ടെന്ന് സാറയെ തിരക്കി അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ അവളുടെ അച്ഛന് സുഖമില്ലാതെ അവൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് അവൻ കാണുന്നത്. അവനെ കണ്ടതും അവൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവളുടെ കൂടെ അവന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ വെച്ച് പലതവണ അവളുടെ അടുത്തേക്ക് ചെന്നെങ്കിലും അവൾ ഒരു തവണ പോലും അവനോട് സംസാരിച്ചില്ല. എല്ലാ ദിവസവും അവളുടെ പിറകെ തന്നെ അവൻ പോകുമായിരുന്നു, അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് പേടിച്ചിട്ട്. എന്നാൽ അവൻ തന്നെ കുറെ ഇൻസൾട്ട് ചെയ്ത കാരണം അവളാകട്ടെ അവനെ മൈൻഡ് ചെയ്യാനേ കൂട്ടാക്കിയില്ല. അങ്ങനെ പതിവ് പോലെ അവളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയ അവനാകട്ടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു പയ്യൻ ബഹളം ഉണ്ടാക്കുന്നത് കാണുന്നു. ആ പയ്യനെ കണ്ടപ്പോഴാണ് അവന്റെ കാര്യം ഓർമ്മ വരുന്നത്. ഇടയ്ക്ക് വെച്ച് ഈ പയ്യനും ഒരു പെൺകുട്ടിയും കിസ് ചെയ്യുന്ന സമയത്ത് അവന്റെ വിഷ്വല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒളിച്ചുകൂടുന്നതും ബൈക്കിൽ രക്ഷപ്പെട്ടു പോകുന്നതും. അത് ഇഷ്ടപ്പെടാതെ അവൻ ഇവരുടെ ബൈക്ക് പോയി രാത്രിയിൽ ചവിട്ടിയിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പയ്യനാണിത്. ആ പയ്യനോട് ഇവൻ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് രാത്രി ഇവർക്ക് ഒളിച്ചോടാൻ പറ്റാത്ത കാരണം അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അവളുടെ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കുകയും നാളെ അവളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയുമാണെന്ന്. അങ്ങനെ ഇവൻ പലതവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും തനിക്ക് തന്റെ പ്രണയിനിയെ കിട്ടാത്ത സ്ഥിതിക്ക് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു അവൻ. ഒരു തവണയെങ്കിലും എനിക്ക് അവളെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൾ എന്റെ കൂടെ വരുമെന്ന് അവൻ പറയുന്ന കേട്ട് നെൽസൺ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അവളുടെ വീടിന് ചുറ്റും ഗുണ്ടകളെ ഇവന്റെ ഫോട്ടോയും കൊടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഈ ഒരു രൂപത്തിൽ പോയി കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഈ പയ്യനെ ഒരു സ്ത്രീവേഷമൊക്കെ കെട്ടിച്ചിട്ടാണ് നെൽസണും സാമും ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇവനെ കൊണ്ടുപോകുന്നത്. താൻ സ്നേഹിച്ച പയ്യനെ കാണാതെ നിസ്സഹായ അവസ്ഥയിൽ ആ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്നു. കറക്റ്റ് ആ ടൈമില് നമ്മുടെ ഈ പയ്യന്റെ തലയിൽ വെച്ചിരുന്ന വിഗ്ഗാകട്ടെ സൈക്കാട്രിസ്റ്റ് എടുത്ത് മാറ്റുന്നു. ആ പെൺകുട്ടി ഈ പയ്യനെ കണ്ട് ഐഡന്റിഫൈ ചെയ്യുകയും മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടി തന്റെ കാമുകന്റെ അടുത്തേക്ക് വരുന്നു. അതോടുകൂടി അവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവരുടെ പ്രണയത്തെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കുകയും നെൽസൺ അവരോടെല്ലാം സംസാരിക്കുകയും ചെയ്തതോടുകൂടി അവളെ വിവാഹം കഴിക്കാൻ വന്നിരുന്ന ആ പയ്യനും ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. വേറെ നിവർത്തിയില്ലാതെ അവളുടെ വീട്ടുകാർക്ക് ഈ വിവാഹം നടത്തിക്കൊടുക്കേണ്ടിയും വരുന്നു. അങ്ങനെ നെൽസൺ കാരണം പിരിഞ്ഞുപോയ അവരെ നെൽസൺ തന്നെ ഒന്നിപ്പിക്കുന്നു. സാറയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നെൽസൺ വീണ്ടും അവളുടെ ഡാൻസ് അക്കാഡമിയിലേക്ക് ചെന്നെങ്കിലും സാറ പറയുന്നുണ്ട്, നിനക്കിനി ഇവിടെ ഡാൻസ് പഠിപ്പിച്ചു തരില്ല എന്ന്. അവനുമായിട്ട് ഒരു രീതിയിലുള്ള കണക്ഷനും വെക്കാൻ അവൾ താല്പര്യം കാണിച്ചിരുന്നില്ല. അവൻ അടച്ച ഫീസ് വരെ അവന് തിരിച്ചു കൊടുക്കാനാണ് അവള് പറയുന്നത്. അവൻ അവിടെ നിന്നും തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ കാണുന്നത് അവന്റെ അമ്മ അവന്റെ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ലില്ലി എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതാണ്. അവന്റെ അമ്മ അവനോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അവനാകട്ടെ വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാണ്. ലില്ലി പറയുന്നുണ്ട് ഇപ്പൊ അവനോട് ഒന്നും പറയാൻ നിൽക്കണ്ട എന്ന്. എന്നിട്ട് ലില്ലി അവിടെ നിന്നും പോയി. പിറ്റേന്ന് അവൻ വീണ്ടും സാറയെ കാണാൻ വേണ്ടിയിട്ട് പള്ളി സെമിത്തേരിയിലേക്ക് പോകുന്നു. അവൾ തന്റെ മരിച്ചുപോയ അമ്മയുടെ കല്ലറയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവളോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവളാകട്ടെ അവനെ വീണ്ടും കുറെ വഴക്ക് പറയുന്നു. നീ എന്നെ പ്രണയിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നേ, ഇനി മേലെ എന്റെ പിറകെ വരരുതെന്നും നീ കാണാത്തടത്തേക്ക് ഞാൻ പോകുകയാണെന്നും അവള് പറയുന്നു. ആ ടൈമില് അവളുടെ ബാക്കിലായിട്ട് രണ്ട് നായ്ക്കളിൽ നിന്ന് പരസ്പരം ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ചുണ്ടും ചുണ്ടും തമ്മിൽ ചേരുന്ന സമയത്ത് അവന്റെ മനസ്സിൽ അവരെ പറ്റിയുള്ള വിഷ്വൽസും വരുന്നുണ്ട്. അതിലൊരു നായയെ വണ്ടി ഇടിക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അതോടെ അവൻ ആകെ ടെൻഷനായി. അവൻ ആ നായയുടെ പിറകെ പോയി. അതിനെ വണ്ടി ഇടിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് അവൻ കറക്റ്റ് ടൈമിൽ അതിനെ രക്ഷിക്കുന്നു. പതി അതിനെ രക്ഷിച്ച് മറ്റൊരിടത്ത് കൊണ്ടുവിട്ട് സമാധാനത്തോടെ അവൻ തിരിച്ചു പോകാൻ തുടങ്ങിയതും ആ നായ മറ്റൊരു വണ്ടിക്ക് കുറുക്ക് ചാടുകയും അതിനെ വണ്ടി ഇടിക്കുകയും ചെയ്യുന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന അതിനെ എടുത്തുകൊണ്ട് അവൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. കറക്റ്റ് സമയത്ത് എത്തിച്ചതുകൊണ്ട് അവൻ അതിന്റെ ജീവൻ രക്ഷിക്കാനായി. ആ ടൈമിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന നായ അവിടേക്ക് ഓടിയെത്തുകയും അപകടം പറ്റിക്കിടന്ന നായയുടെ അടുത്ത് നിന്ന് കുരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വന്ന് നെൽസനോട് കുറെ നന്ദി പ്രകടനങ്ങളൊക്കെ നടത്തുന്നു. ആ ടൈമില് ആക്സിഡന്റ് പറ്റിയ നായയുടെ രക്തം തന്റെ കയ്യിൽ പുരണ്ടിരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. സാർ തന്നെ കിസ് ചെയ്യുന്ന സമയത്ത് കണ്ട മൂന്നാമത്തെ വിഷ്വല് ഇതായിരുന്നു എന്ന് അവന് മനസ്സിലായി. ഇവിടെ സാറയാകട്ടെ തന്റെ ഡാൻസ് കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തന്നെ വിട്ടുപോകാനുള്ള തീരുമാനത്തിലായിരുന്നു. നെൽസൺ അവളെ റിജക്ട് ചെയ്ത കാരണം അവൾക്ക് പിന്നെ ഇവിടെ നിൽക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയം മറ്റൊരിടത്ത് ഡെയ്സി മാർക്കസും പരസ്പരം സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നെൽസൺ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ജെയ്സൺ ആകട്ടെ മാർക്കസിന്റെയും ഡെയ്സിയുടെയും വിവാഹ ഫോട്ടോ ഒക്കെ എടുത്ത് പഴയ പോലെ ഭിത്തിയിൽ തൂക്കുന്നതാണ്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് നെൽസൺ ചോദിക്കുന്നു. തീർന്നെന്നാണ് ജെയ്സൺ പറയുന്നത്. അവർക്കിടയിൽ ഉണ്ടായിരുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പലതവണ അച്ഛൻ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചതാ, അപ്പോഴൊക്കെ നീയാണ് ഇടയിൽ നിന്നത്, നീ കാരണമാണ്
അവർക്ക് ഒന്നിക്കാൻ പറ്റാതെ പോയത് തന്നെ. താൻ ആവശ്യമില്ലാതെ അവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോന്ന് ചിന്തിച്ചിട്ട് നെൽസൺ ആകട്ടെ തന്റെ അച്ഛനോട് മാപ്പ് പറയാൻ ചെല്ലുന്നു. പക്ഷെ ആ സമയം അവിടെ അവൻ കാണുന്നത് വിവാഹവേഷത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന തന്റെ അച്ഛനെയാണ്. അവൻ ദേഷ്യത്തിൽ അയാളോട് പറയുന്നുണ്ട്, ഞാനിവിടെ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നതാണ്. എന്റെ അമ്മയാകട്ടെ അവിടെ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് ഫോട്ടോസ് എല്ലാം ഭിത്തിയിലെടുത്ത് തൂക്കാൻ അനിയനോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പോവുകയാണോ? അവനങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ട് ലില്ലിയുടെ റൂം എവിടെയെന്നും എനിക്ക് അവരെ കാണണമെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. പക്ഷെ ആ സമയം ലില്ലിയുടെ കൂടെ അവൻ അവന്റെ അമ്മയും കാണുന്നുണ്ട്. അവന്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നേരം തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്ന്. ശരിക്കും ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടത് ലില്ലിക്കാണ്. ഇനിയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ലില്ലിയും മാർക്കസും പ്രണയത്തിലായിരുന്നു. രണ്ടുപേരുടെയും വീട്ടുകാർ അതിനെ എതിർത്തു. അവർ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ ഇവരെ കൈയോടെ പിടിക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് രണ്ടുപേരെയും പിരിച്ച് രണ്ടുപേരുടെയും വീട്ടിലേക്ക് അവരവരുടെ രക്ഷകർത്താക്കൾ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം ഇവർ പലതവണ കാണാൻ ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. അങ്ങനെ പിരിഞ്ഞു പോയവരാണിത്. മാർക്കസ് പിന്നീട് ഡെയ്സി വിവാഹം കഴിച്ചു. മാർക്കസിന്റെ കുടുംബമായി. എന്നാൽ ലില്ലി ആകട്ടെ മാർക്കസിനെ കാത്തു തന്നെയിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ അയാൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച്. യാദൃച്ഛികമായിട്ടാണ് മാർക്കസ് ലില്ലിയെ തന്റെ ക്ലിനിക്കിൽ വെച്ച് അന്ന് കാണുന്നത്. അതും സ്റ്റേജ് 2 ബ്ലഡ് ക്യാൻസർ പിടിച്ച അവസ്ഥയില്. അവളെ അങ്ങനൊരു അവസ്ഥയിൽ കണ്ടതും മാർക്കസ് ആകെ സങ്കടത്തില് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നു. ആ ടൈമിലാണ് കറക്റ്റായിട്ട് നെൽസൺ അവിടേക്ക് കയറി വരുന്നതും അവരെ അങ്ങനെ കണ്ട് തെറ്റിദ്ധരിക്കുന്നതും. വർഷങ്ങൾക്ക് ശേഷം അവർ ആദ്യമായിട്ട് കണ്ടത് തന്നെ അന്നായിരുന്നു. അല്ലാതെ അവർ തമ്മിൽ ഈ കാലയളവിനിടയ്ക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതിന്റെ പേരില് അവർ ഡിവോഴ്സ് ആയതോടുകൂടി പിന്നെ ലില്ലിയുടെ കൂടെ അവൾ മരിക്കുന്നിടം വരെ നിൽക്കാനായിരുന്നു മാർക്കസ് തീരുമാനിച്ചത്. അവളുടെ ആഗ്രഹം അതായിരുന്നു. ലില്ലി നെൽസനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബം തകർക്കാനല്ല ഞാൻ വന്നതെന്ന്. അവനെ ആരും മനസ്സിലാക്കാതെ നിങ്ങൾ ഡിവോഴ്സിലേക്ക് നീങ്ങിയ സമയത്ത് അവൻ അവന്റെ വിഷമങ്ങളൊക്കെ മറന്നിട്ട് മരിക്കുന്നവരെ എന്റെ കൂടെ നിന്ന് എന്നെ ശുശ്രൂഷിക്കാൻ തീരുമാനിച്ചു. അതുപോലൊരാളുടെ ഞാൻ പ്രണയിച്ചില്ലേ, അത് തന്നെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ ലില്ലിയിൽ നിന്ന് ഡെയ്സി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡെയ്സിയായിട്ട് തന്നെ മാർക്കസിന്റെ ലില്ലിയുടെയും വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കുടുംബം തകർത്ത ആളുടെ കൂടെ അച്ഛനെ വിട്ടുകൊടുക്കുകയാണോ അമ്മ ചെയ്യുന്നതെന്ന് നെൽസൺ ചോദിക്കുമ്പോൾ ഡെയ്സി പറയുന്നുണ്ട്, പ്രണയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നേടിയെടുക്കുന്നത് മാത്രമല്ല വിട്ടുകൊടുക്കുന്നതും പ്രണയമാണെന്ന്. നെൽസന് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലായി. അവനന്ന് ഓവർ റിയാക്ട് ചെയ്തുകൊണ്ടാണ് തെറ്റിദ്ധാരണയെല്ലാം കാരണം അവന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയത്. അങ്ങനെ അവൻ അച്ഛനോടും അമ്മയോടും ലില്ലിയോടും എല്ലാം തന്നെ സോറി പറയുന്നു. അതിനുശേഷം അവൻ സാറയെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് സാറയാകട്ടെ താൻ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് ആ ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നായിരുന്നു. പക്ഷെ അവിടെ പരിപാടികൾ നടക്കുന്നതിനിടയ്ക്ക് ചെറിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു. ഒരുപാട് പേർ അതിനകത്ത് അകപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. നെൽസൺ ആകെ ടെൻഷനോട് കൂടിയാണ് അവിടേക്ക് വരുന്നത്. ആ ടൈമില് അവൻ ആ പള്ളി കാണുന്നു. അവിടെ മണിയടിക്കുന്നതും കേൾക്കുന്നു. സാറ് തന്നെ കിസ് ചെയ്ത സമയത്ത് കണ്ട 4ാമത്തെ വിഷ്വല് അതായിരുന്നു. 5ാമത്തെ വിഷ്വല് അവൾ മരിച്ചതും. അത് കാരണം അവൻ ടെൻഷനോട് കൂടി പെട്ടെന്ന് ആ ഓഡിറ്റോറിയത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ അവസ്ഥ കണ്ട് ആകെ ടെൻഷനായി ഉള്ളിലേക്ക് ഓടി ചെല്ലുന്നു. അപ്പോൾ അവൻ കാണുന്നത് സാറെ അവിടെ തീക്കു ചുറ്റും അകപ്പെട്ട് കിടക്കുന്നതാണ്. അവളുടെ കാലില് ഒരു കമ്പി വന്ന് വീണിട്ട് അവൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ അവിടേക്ക് വന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനത് മാറ്റാൻ പറ്റുന്നില്ല. അവള് പറയുന്നുണ്ട്, എന്റെ കൂടെ നീയും കൂടെ മരിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ. എന്നാൽ അവൻ പറയുന്നു, നിനക്കെന്തെങ്കിലും പറ്റുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും കാലം നിന്നിൽ നിന്ന് അകലം പാലിച്ചത്. ഇപ്പൊ നിനക്കെന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു പോയിട്ട് ഒരു കാര്യമില്ല. നിന്റെ കൂടെ ഞാനും ഇവിടെ തന്നെ അവസാനിക്കട്ടെ എന്ന് കരുതിയിട്ട് അവളെയും കെട്ടിപ്പിടിച്ച് അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. മരണത്തെ മുന്നിൽ കണ്ട് അവരങ്ങനെ കിടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് മഴ പെയ്യുകയും മുകളിലുണ്ടായിരുന്ന ഗ്ലാസ് എല്ലാം തകർന്നു കിടക്കുന്ന കാരണം മഴത്തുള്ളികൾ ഇവരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന തീയെല്ലാം തന്നെ അണഞ്ഞു. അങ്ങനെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവന്റെ അച്ഛന്റെയും ലില്ലിയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുന്ന നെൽസനെയാണ്. അവൻ ഒരുമിപ്പിച്ച പ്രണയിതാക്കളെല്ലാം തന്നെ അവിടെ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ നായ്ക്കള് പോലും ഉണ്ടായിരുന്നു. അവൻ ആ സമയം ആ ബുക്ക് എടുത്ത് കടലിലേക്ക് തിരിച്ചറിയുകയാണ്. സ്വാമിനാഥൻ അവിടേക്ക് വന്ന് അവനോട് പറയുന്നുണ്ട്, നീ രക്ഷപ്പെട്ടതിന് പിന്നിൽ ചിലപ്പോൾ മറ്റൊരു കാരണം ഉണ്ടാകാം. നമ്മൾ വിചാരിച്ചിരുന്നത് ആ രാജാവിന്റെ പുനർജന്മമായിരിക്കും നീ എന്നല്ലേ. ചിലപ്പോ നീ ആ രാജാവ് കൊന്ന സൈനികന്റെ പുനർജന്മമാകാനും സാധ്യതയുണ്ട്. ആ സൈനികൻ തന്റെ കാമുകിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീയിലേക്ക് എടുത്തു ചാടി അവളുടെ കൂടെ മരിച്ചില്ലേ, അതുപോലെയല്ലേ നീയും ചെയ്തത്. അതുകൊണ്ട് ചിലപ്പോ നീ ആ രാജാവിന്റെ ആയിരിക്കില്ല, സൈനികന്റെ പുനർജന്മമായിരിക്കും. അതുകൊണ്ടായിരിക്കും നീ രക്ഷപ്പെട്ടത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.